നമ്മൾ ഫോണിൽ ഓൺ ആക്കേണ്ടി അല്ലെങ്കിൽ ഓഫ് ആക്കേണ്ടി ഒരുപാട് സംഗതികളുണ്ട്. ചില സംഗതികൾ നമ്മൾ ഓൺ ആക്കി വെക്കണം, ചിലത് ഓഫ് ആക്കി വെക്കണം. അങ്ങനെ നമ്മൾ ഓൺ ആക്കേണ്ടി അല്ലെങ്കിൽ ഓഫ് ആക്കേണ്ടിയ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഒന്നാമത് നമ്മൾ ഓഫ് ആക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ നേരെ സെറ്റിങ്സിലേക്ക് പോയിക്കോ. സെറ്റിങ്സിലേക്ക് പോയിട്ട് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷനിലേക്ക് പോവുക. നോട്ടിഫിക്കേഷൻസ് എടുത്താൽ അവിടെ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഹൈഡ് കണ്ടന്റ് എന്നുള്ളൊരു സംഭവം കാണാം. ഇത് ഓഫിലുണ്ടാകുക, ഒന്നങ്ങ് ഓണാക്കിയേക്ക്. അത് ഓണാക്കിയുള്ള ഗുണം എന്താണെന്നറിയോ? അതാണല്ലോ ആദ്യം പറയേണ്ടി അല്ലേ. ഈ ഹൈഡ് കണ്ടന്റ് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒരുപാട് വരികയല്ലേ. ഇപ്പം വാട്സപ്പിൽ നിന്ന് സുഹൃത്തൊരു മെസ്സേജ് വിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഒരു മെസ്സേജ് വിട്ട്, അതിൽ മറ്റാരും കാണാത്ത സ്വകാര്യമായിട്ടുള്ള മെസ്സേജ് ആയിരുന്നു. പക്ഷേ ഈ ലോക്ക് സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ വരുന്ന നേരം ഇന്ന മെസ്സേജ് വിട്ടിക്കുന്നു, ആ മെസ്സേജും കൂടി അടുത്ത് കഴിഞ്ഞ് കാണും. ഇത് ഓണാക്കി കഴിഞ്ഞാൽ അങ്ങനെ മെസ്സേജ് കാണുകയില്ല. മെസ്സേജ് വന്നിക്ക് വാട്സപ്പിൽ നിന്ന് ഇന്നാളൊരു മെസ്സേജ് വിട്ടിക്കുന്നു മാത്രമേ കാണും. അതിലെന്താ കണ്ടന്റ് എന്ന് കാണുകയില്ല. അപ്പോൾ അതൊന്ന് ഓണാക്കിയിട്ടേ കേട്ടോ. ഇനി രണ്ടാമത്തത്, നേരെ വാട്സപ്പിലേക്ക് പോയിക്കോ. വാട്സപ്പിന്റെ സെറ്റിങ്സിലേക്ക് പോയിക്കോ. 3 ഡോട്ട് ഞെക്കിയാൽ സെറ്റിങ്സ് കിട്ടും. സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ. ഇത് ഓണിലുണ്ടാകുക, അതൊന്ന് ഓഫ് ആക്കിക്കളാം. താഴെ ഭാഗത്ത് ഗ്രൂപ്പിന്റെ രീതിയത്തും കാണാം യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ. ഇവിടെ ഇത് ഓഫ് ആക്കിക്കളാം. ഇത് ഓഫാക്കിയുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കാണുന്നേരം അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നേരം വാട്സപ്പിൽ ആരെയും മെസ്സേജ് വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ മല പോലെ തൂങ്ങിക്കിടക്കും കുറേ മെസ്സേജുകൾ. വല്ലാത്തൊരു ഇറിറ്റേഷനാണ് ചില സമയത്ത്. ചിലർക്കൊന്നും തിരിയല്ല ഇതെന്താ ചെയ്യേണ്ടിയെന്ന്. അങ്ങനെ വരികയില്ല. അതായത് നമ്മൾ ഫോണിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, വാട്സപ്പിലെ മെസ്സേജ് മല പോലെ ഇങ്ങനെ തൂങ്ങി വരുന്നത്, അതങ്ങ് ഓഫാക്കാം. സംഭവം തിരിഞ്ഞിക്കാം. ഇനിയിപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഓണാക്കേണ്ടതുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയിക്കോ. പ്ലേ സ്റ്റോറിൽ അതിൻ്റെ മെനു ഭാഗത്തേക്ക് പോയിക്കോ. മെനു ഭാഗത്തേക്ക് പോകാൻ എവിടെയാണ് പോകേണ്ടത്? ഇവിടെ നമ്മളെ പ്രൊഫൈലുണ്ട്, ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. മെനു ഭാഗത്തെത്തി ഇവിടെ നമുക്ക് പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളൊരു സംഭവം കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണുന്നതോ നോ ഹാംഫുൾ ആപ്സ് ഫണ്ട്. ഇത് സംഭവം എന്താ? നമ്മളെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോർ സ്കാൻ ചെയ്യും, ഗൂഗിൾ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് അതിൽ ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോണിന് പറ്റാത്ത, നമുക്ക് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. നമുക്കത് റിമൂവ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഓണാക്കേണ്ടത്? അതിന് മേലൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാം. അതൊന്ന് ഞെക്കിയാൽ ഇവിടെ 2 ഓപ്ഷൻ കാണാം. ഈ 2 ഓപ്ഷൻ ഓണാക്കി അങ്ങോട്ടേക്ക്. ഇങ്ങനെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ, ഞാൻ തന്നെ എത്തിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരും പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ചിലർതെല്ലാം അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന്. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നക്കാരുണ്ടെങ്കിൽ അത് നമുക്ക് അറിയുകയും ചെയ്യാം, അതങ്ങ് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അടിപൊളി. അപ്പോൾ ഫോണിൽ മാറ്റം വരുത്തേണ്ട ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നേ അറിയാനൊന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അറിഞ്ഞുകൂടാത്ത ചങ്ങായിമാരുണ്ടാകല്ലേ, ഒലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുന്ന്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.